മോർണിംഗ്. സോ ഫൈനലി ഇന്ന് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ട് നിൽക്കുന്ന ഒരു കോലാണ് കേട്ടോ. ഇന്ന് കേളി മെത്തേഡൊക്കെ ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്ന് തല നനച്ച ദിവസമാണ്. പനിയൊക്കെ മാറി വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് നാട് ഓടിങ്ങി ഞാൻ ഇന്നൊന്ന് ഫ്രഷ് ആവാന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഈവനിങ്ങിൽ പോയി ത്രെഡൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് ആ ഒരു ദിവസം, അതായത് നമ്മുടെ വീട്ടുകാരൊക്കെ എത്തുന്ന ദിവസമാണ് ഇന്ന്. സോ രംഷേട്ടൻ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാനിതാ ഇവിടെ അപ്പോഴേക്കും ഇന്നലെ ഞങ്ങൾ രാത്രി 3:30ആയി. ഇന്നലെ രാത്രി പറഞ്ഞാൽ ഇന്ന് രാവിലെ 3:30ആയി ഞങ്ങൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് പോരാൻ കേട്ടോ. കാരണം നാളെയാണ് നമ്മുടെ ഗൃഹപ്രവേശം. സോ അപ്പം അവരൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ പോയില്ല. മിത്തുകുട്ടിക്ക് പനിയാണ്. എനിക്ക് പനി മാറിയപ്പോൾ മിത്തുകുട്ടിക്ക് നല്ല പനി. പക്ഷെ ഇന്ന് കുറച്ച് പേരൊന്ന് നാളെ വഴി മാറണം എന്നതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. അല്ലെങ്കിൽ ഞങ്ങളും കൂടെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ മിത്തു പോയാൽ മിത്തുവിന് പണി കിട്ടും. കാറ്റ് കാരണം ഒന്ന് നടക്കുമ്പോഴേക്കും ക്ഷീണം. ഇപ്പോഴത്തെ വൈറൽ ഫീവർ അറിയാലോ, ഭയങ്കര ഡേഞ്ചർ വൈറൽ ഫീവറാണ്. അപ്പോൾ അതുകൊണ്ട് മിത്തു അടങ്ങി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്നും കൂടെ നീ അടങ്ങി കിടക്കുക, എന്നാലും നാളെ നിനക്കൊന്ന് നീച്ച് നടക്കാൻ പറ്റുള്ളൂ. ആകെ ക്ഷീണിച്ചിരിക്കട്ടോ മിത്തുവിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാനുകളൊക്കെ തെറ്റി. ഞങ്ങളിന്ന് പോയിട്ട് മുടിയൊക്കെ ചെയ്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചതാണ്. സത്യം പറഞ്ഞാൽ വീട് ക്ലീനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. കോലം ഒക്കെ വളരെ മോശമാണ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇന്ന് എന്തായാലും പോയിട്ട് ത്രെഡ് ചെയ്തിട്ട് വരാം. മുടിയൊക്കെ ഇന്നിട്ട് റെഡിയാക്കി. അപ്പോൾ അവരെല്ലാവരും വരുന്നതിൻ്റെ സന്തോഷം. അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുന്നേ വീട് ഫുള്ള് അവർക്ക് ഇന്ന് ഒരു പണിയും കൊടുക്കരുത്. ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചായിരുന്നു. അവർ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ വേണം ഈ വീട്ടിലേക്ക് വരാൻ, 2 വീട്ടിലേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് വന്നു. ഒരു 2-3 മണിക്കൂറേ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് രംഷേട്ടൻ അവിടെ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നു. ഞാൻ ഈ വീട് ഫുള്ള് വൃത്തിയാക്കി. കാരണം ഈ വീട് നമ്മുടെ വീടായിരുന്നു. എത്ര കാലം നമ്മൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഫുൾ ബാത്റൂമൊക്കെ കഴുകി ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഇപ്പോൾ സമയം 1 മണി. അവരിപ്പോൾ എത്താൻ ഒരു അരമണിക്കൂറിലെത്തും. ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം എല്ലാം കൂടെ വയ്യ. ഫുഡൊക്കെ കഴിക്കൽ തന്നെ കുറവാണ് 2-3 ദിവസമായിട്ട്. അപ്പോൾ ഫുഡും കൂടെ ഉണ്ടാക്കാൻ ഒന്നും നടക്കില്ല. നമ്മളെല്ലാം ഷിഫ്റ്റ് ചെയ്തു ഓൾമോസ്റ്റ്. അപ്പോൾ ഫുഡൊക്കെ ഞാൻ ഏൽപ്പിച്ചിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം ഞാനിത് കുറച്ച് ഡ്രസ്സും കൂടെ ഉണ്ട് ഈ ഒരാഴ്ചത്തെ, അതും കൂടെ ഒന്ന് മടക്കി വെക്കട്ടെ. അപ്പോൾ അതാണ് വിശേഷം. ബാക്കി രംഷേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ വരുന്നതൊക്കെ ഞാനതൊക്കെ വിചാരിച്ചതാണ്. പിന്നെ പോയില്ല. അപ്പോൾ ഫുഡ് എത്തി. രംഷേട്ടൻ എത്തിയിട്ടില്ല. കാരണം ട്രെയിൻ കറക്റ്റാണ് സമയം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എപ്പോഴും അത് ലേറ്റ് ആവും നമുക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ അവരെത്തും. അപ്പോഴേക്കും ഫുഡ് എത്തിയിട്ടോ. നമുക്ക് ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നേക്കാൾ കൂടുതൽ ഒരു നാടൻ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കേക്കൊക്കെ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കി തന്ന ദിവ്യ. അപ്പോൾ നമ്മുടെ ദിവ്യയോട് ഞാൻ ചോദിച്ചു നോക്കി. ദിവ്യ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാറില്ല. ദിവ്യ 1 ഐറ്റംസ് ഉണ്ടാക്കുന്ന ആളാണ്. ചിക്കൻ ബിരിയാണി, മന്തി, അങ്ങനത്തെയൊക്കെ കാറ്ററിങ്ങും അതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ചോറുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ദിവ്യ ഓക്കെ എന്ന് പറഞ്ഞു. നീ എല്ലാവർക്കും ഇത് ചെയ്തു തരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മന്തിയും അൽഫാമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. പത്തിരി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പപ്പായ ചെറുപയർ പരിപ്പ് കറി കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ ഫുഡ് റെഡിയായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അവർ വരുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കണം. സോ ഞങ്ങൾ രണ്ടുപേരും ഇത്തുകുട്ടിയൊക്കെ പനിയൊക്കെ മറന്ന് ചാടി എണീറ്റ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. വയ്യെങ്കിലും നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് അവരെ വരവേൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫുൾ പണിയൊക്കെ വീടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു ഇപ്പം ഇത്തുകുട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. ഇന്നലെ ഫുൾ ആ വീട് ക്ലീൻ ചെയ്തു. ഇന്നത്തോടെ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് റെഡി ആക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഫുൾ ഇന്നിരുന്ന് ക്ലീൻ ചെയ്തു. ഇന്ന് എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പ്ലസ് എൻ്റെ സ്കിൻ കെയറിനൊക്കെ വേണ്ടി സമയം ചിലവഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലതും നടക്കുമെന്ന് അറിയില്ല. എൻ്റെ ഡ്രസ്സ് പോലും അയൺ ചെയ്തിട്ടില്ല. അത് അയൺ ചെയ്താൽ കൊടുക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് പണികളിലാണ് കേട്ടോ. അപ്പം രംഷേട്ടൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഇതാ വീഡിയോ എടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അറിയാമല്ലോ, അവിടെ പെട്ടെന്ന് ഒരുപാട് ലഗേജും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് തിരക്കിൽ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ പോകാനും പറ്റിയില്ല. സോ 2 വീട്ടിൽ നിന്നും അച്ഛനമ്മമാർ ഒരുമിച്ചാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി ഇപ്പോൾ അനിയത്തിയും കുട്ടികളും അവരുടെ കുട്ടികളെല്ലാവരും 2 വീട്ടിൽ നിന്നാണെങ്കിലും അവരൊക്കെ എക്സാംസാണ് കുട്ടികൾക്ക്. പിന്നെ സ്കൂളുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വെക്കേഷൻ്റെ ടൈമിൽ അവർ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം 2 വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മാത്രമേ വരാൻ പറ്റിയുള്ളൂ. പക്ഷേ സാരില്ല, അതാ അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു. ഇതാ ജസ്റ്റ് കയറി. ദേഹാനങ്ങുമ്പോഴേക്കും വരും. ദേഹാനങ്ങുമ്പോഴേക്കും വയ്യ. നല്ല അന്നത്തെ മെലിഞ്ഞോള് 2 ദിവസം കൊണ്ട് ഇന്നലെ കാണുന്നൊക്കെ ഞാൻ ചുകന്നിട്ടായിരുന്നു. ഓ പക്ഷെ അടുത്തടുത്തായിട്ട് 5 വർഷമില്ല വന്നിട്ട്. ഇവിടേക്ക് വന്നിട്ടില്ല. നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ
അടുക്കി പെറുക്കി വെക്കലാണ്. പിന്നെ പപ്പടം തേച്ചൊക്കെ എടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ എന്താണ് ആക്ച്വലി ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഷിഫ്റ്റിങ് കഴിയുമ്പോഴേക്കും അത്ര സാധനങ്ങൾ നമുക്ക് അടുത്ത ഷിഫ്റ്റിങ് ഫുൾ ഫുഡ് ഐറ്റംസ്. എന്താ പറയുക, കായത്തോല് നല്ല ടേസ്റ്റ് കായത്തോല്. പിന്നെ എന്താ അതൊക്കെ പഴം, ഇതൊക്കെ ഞാൻ പരത്തി വെക്കാൻ പോവാണ്. നമ്മൾ ഇതല്ലേ അത്തം വരെ പഴം, കായവറുത്ത്, ഉപ്പേരി എല്ലാം അവിടെ കാണിച്ചോളൂ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രഷായി. കാരണം ഒരു ഫുൾ ഡേ ട്രെയിനിലൊക്കെ ഇരുന്ന് വന്ന് ഫ്രഷ് ആയതിന് ശേഷം അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുമായിരുന്നു കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാതും കൂടെ. സോ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ അത്യാവശ്യം ഈ ഒരു 2-3 ഡേയ്സ് കാരണം ഷിഫ്റ്റിംഗ് ആണ്, പാത്രങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാനൊരു 2 ദിവസത്തിന് ഞാൻ ഒരു 2-3 ദിവസത്തിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ അന്നാണെന്നുണ്ടെങ്കിലും പിന്നെ നെക്സ്റ്റ് ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 2-3 ഡേയ്സിന് നമ്മൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു സദ്യക്കുള്ളത്. അതായത് കായ വറുത്ത്, ശർക്കര ഉപ്പേരി, ചക്കച്ചുള വറുത്തത്, പിന്നെന്താ പുളിയിഞ്ചി, അച്ചാർ, പപ്പടം, ഈ വക സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ബാക്കി ഇപ്പോൾ നമുക്ക് കൂട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ 2 വീട്ടിൽ നിന്നും ഒരു 100 പെട്ടി എന്നുള്ള പോലെ അങ്ങനെ പെട്ടികളായിരുന്നു നിറയെ. ബേക്കറി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ബേക്കറി ഒന്നും കൊണ്ടുവരരുത് എന്നുള്ളത്. കാരണം എല്ലാം കൂടെ നമ്മൾ തന്നെ കഴിച്ച് തീർക്കുമല്ലോ. പക്ഷേ അത് നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രം ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊടികൾ പിന്നെ കുറേ ഉണ്ടായിരുന്നു. പുട്ടുപൊടി നമ്മളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അതൊക്കെ വളരെ ആവശ്യമാണല്ലോ. പുട്ടുപൊടി, മുളക് പൊടി, പല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പാക്കറ്റുകൾ ഓരോന്നായിട്ട് തുറക്കുക. ആദ്യം അവിടുത്തെ ഇപ്പം എൻ്റെ വീട്ടിലൊരു സെഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഇവിടുത്തെ രംഷേട്ടൻ്റെ വീട്ടിലൊരു സെഷനാണ്. ഇങ്ങനെ ഇരുന്ന് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയാണെങ്കിലും പിന്നെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അതിൻ്റെ ഇടയിൽ കുറേ ബേക്കറി ആണെങ്കിലും ഒക്കെ ഇരുന്ന് തുറക്കുന്ന പരിപാടിയാണ് കേട്ടോ. നിങ്ങളീ കാണുന്ന നാട്ടിൽ എല്ലാവർക്കും അറിയുണ്ടാവും. പുറത്തുനിന്നുള്ളവർ നാട്ടിൽ അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്ത്, പുറത്തേക്ക് അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന സംഭവങ്ങൾ. മിത്തുക്കുട്ടി അവിടെ അത് ക്ഷീണിച്ച് കിടക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ. എന്നാലും ബേക്കറി കാണുമ്പോൾ ചെറിയൊരു സന്തോഷം. പനിയാണ്, ഞാൻ അധികം ഒന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മിത്തുക്കുട്ടിയോട് പറയണ്ടല്ലോ, എത്രയായാലും നമുക്ക് ആ ഒരു ഹലുവയും മുട്ട ബിസ്ക്കറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു ആക്രാന്തം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാനും അവിടെ ഇരുന്നു കേട്ടോ, അല്ലാതെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കുറേ സാധനങ്ങളുണ്ട്, രംഷേട്ടൻ്റെ ഫേവറേറ്റ് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിരുന്ന് തുറക്കട്ടെ, വിശദമായിരുന്നു തുറക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു, സൂപ്പർ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കും. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അവരെ വീട് കാണിക്കാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ അവരുടെ റിയാക്ഷൻ ഒക്കെ എന്താണെന്നുള്ള ഒരു സർപ്രൈസ് ആവുമോ, അവർക്ക് ഇഷ്ടമാവുമോ, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടി സ്വകാര്യമായിട്ട് ഞാനിവിടെ വന്നതാണ്. നോക്കാം, ക്യാപ്ചർ ചെയ്യും രംഷേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താവും അവരുടെ ആ ഒരു എക്സ്പ്രഷൻ എന്ന് നോക്കാം അല്ലേ. അതിപ്പോ അവിടുന്ന് എന്റെ അച്ഛനും അമ്മയും കണ്ടിട്ടേ ഇല്ല. വ്യത്യാസം എന്തായാലും മനസ്സിലാവും അവർക്ക്. കാരണം അവര് ആകുമ്പോ അങ്ങനെ പകുതി കുറെ ഫുള്ള് കാണുമ്പോൾ വേറെ വ്യത്യാസമല്ലേ. അപ്പൊ നോക്കാം. ഇപ്പൊ സമയം രാത്രി 12:45. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 4 മണിക്ക് വന്നു. 4 മണിക്കൂർ ഇരുന്ന് ഉറങ്ങിയിട്ടുള്ളത്. ഇത്ര നേരം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാം. നാളെ 5 മണിക്ക് എണീക്കണം, നമ്മുടെ ഗൃഹപ്രവേശം കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇടയിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. കാരണം കണ്ണ് അടങ്ങി പോവാം. ഇപ്പം എല്ലാവരും കപ്പാസിറ്റി കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ ഇരുന്ന് വട്ടം കൂടി വർത്താനം പറയായിരുന്നു. അപ്പം എല്ലാവരും ഇനി നാളെ നേരത്തെ എഴുതേക്കണം. നാളെ എന്താ ഗുണോ എല്ലാവരും അവസ്ഥ. അപ്പം എല്ലാവരും ടയേർഡായിട്ട് തന്നെയല്ലോ, പക്ഷെ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇനി നാളെ നേരത്തെ എഴുന്നേറ്റ് നാളത്തെ അല്ലേ. തൽക്കാലം ഞാനിവിടെ വീഡിയോ നിർത്തേക്ക് ഇവിടെ വീഴുപ്പോ. അതാണ് എൻ്റെ ഒരു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കും, ഇടയ്ക്ക് ഞാൻ ഉറങ്ങും അങ്ങനെ. അപ്പം എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയോട് നിർത്തുകയാണ്. നാളെ നല്ലൊരു തുടക്കവുമായിട്ട് അല്ലേ, പുതിയ വീഡിയോയുമായിട്ട് ന്യൂ ഹോം. ബൈ.